നോക്കൂ പ്ലക്കാർഡുകൾ നോക്കൂ. ചർച്ചയ്ക്ക് ധൈര്യമില്ലേ? അതിനർത്ഥം നിങ്ങൾക്ക് തന്നെ അറിയാം ചർച്ച എടുക്കില്ലെന്ന്. കാരണം ചർച്ചയ്ക്ക് എടുക്കാൻ സാധിക്കാത്ത പോയിന്റ് കൊണ്ടുവന്ന് നിങ്ങൾ പ്ലക്കാർഡ് ഉയർത്തുകയാണ്. അപ്പൊ അവർക്ക് തന്നെ അറിയാം ഇത് ചർച്ചയ്ക്ക് കൊള്ളാവുന്ന ഒരു വിഷയമല്ല എന്നുള്ളത്. അദ്ദേഹത്തിന്റെ വസ്ത്രം ഉരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ശ്രീ ടി വി ഇബ്രാഹിം മുണ്ട് കഴിഞ്ഞുകൊണ്ടാ മുണ്ട് പി കെ ബഷീറിനോട് അഭ്യർത്ഥിക്കാനുള്ളത് അദ്ദേഹത്തെ താങ്ങണം, അദ്ദേഹത്തിന്റെ ഉടുമുണ്ട് കാക്കണമെന്നാണ്. നിങ്ങൾക്ക് BJPയെ സഹായിക്കണം. നിങ്ങളും BJPയും ചേർന്ന് ഇത്രകാലം പറഞ്ഞതെല്ലാം തെറ്റാണ് എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. കേന്ദ്ര അവഗണന എത്ര ക്രൂരമാണ് എന്ന് എല്ലാവർക്കും സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നു. അതിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയിട്ടുള്ള നാടകമാണ്. ഇന്നെന്താ ചർച്ചയില്ലേ? മടിയിൽ കനം, സഭയിൽ ഭയം എന്നാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള ചർച്ച ചെയ്യാൻ ധൈര്യപ്പെടാതെ സഭയിൽ നിന്ന് നിങ്ങൾ ഇറങ്ങി ഓടിയത് മടിയിൽ സ്വർണത്തിന്റെ ഭാരമുള്ളത് കൊണ്ടായിരുന്നോ? അതുകൊണ്ടായിരുന്നോ ഇറങ്ങി ഓടിയത്? മടിയിൽ സ്വർണത്തിന്റെ ഭാരം ഉണ്ടായിരുന്നത് കൊണ്ടാണോ? ബഹുമാനപ്പെട്ട LOP നോക്കൂ, നിങ്ങൾ നോക്കൂ എന്താണ് ഉയർത്തിയ പ്ലക്കാർഡുകൾ. അടിയന്തര പ്രാധാന്യമില്ല എന്നേ പറയുന്നുള്ളൂ. ക്രിമിനലുകൾ തെരുവിലിറങ്ങിയാൽ ഒന്ന് ഫ്ലോർ ഓർഡർ ആക്കണം. അങ്ങയുടെ ടീമിനെ ഒന്ന് ഓർഡർ ആക്കി ഇരുത്തണം. അങ്ങയുടെ PK ബഷീർ സീറ്റിലിരിക്കുന്നില്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിന് മൈക്ക് കിട്ടില്ല. അല്ല, അങ്ങനെ പറയില്ലേ? നോ, ഫ്ലോർ ഓർഡർ ആക്കണം. ഫ്ലോർ നോക്കുന്നത് അദ്ദേഹം മുതിർന്ന അംഗമാണ്. നിങ്ങളുടെ ലീഡർക്ക് LOPക്ക് സംസാരിക്കാൻ നിങ്ങൾ അവസരം കൊടുക്കണം. നിങ്ങൾ തന്നെ ഫ്ലോറിൽ ഇറങ്ങിയാണെന്നാലോ? അദ്ദേഹം കൺക്ലൂഡ് ചെയ്യട്ടെ. ലെറ്റ് ഹിം കൺക്ലൂഡ്. യെസ്, ഞാൻ പറയുന്നത് 20 പോലീസിനെ സ്റ്റീൽ ബോംബ് എറിഞ്ഞിട്ട് 20 വർഷം കോടതി തടവിന് ശിക്ഷിച്ച ക്രിമിനലിനെ 1 മാസം തികയുന്നതിന് മുമ്പ് 2ഉം 3ഉം പ്രാവശ്യം പരോൾ കൊടുത്ത് അയാളെ തെരുവിലേക്ക് ഇറക്കിയിരിക്കുകയാണ്. സംഘർഷഭരിതമായ സ്ഥലത്ത്. അതിന് അടിയന്തര പ്രാധാന്യം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ സഭ കൂടുന്നത്? അവതരിപ്പിക്കൽ അദ്ദേഹം പറയട്ടെ, ക്ലാരിഫൈ ചെയ്യട്ടെ. സർ, ഈ പരോൾ അനുവദിക്കുന്നത്, പരോള് തടവുകാർക്ക് അനുവദിക്കുന്നതാണ്. അത് നിയമവും ചട്ടമൊക്കെ അനുസരിച്ചാണ് അനുവദിക്കുന്നത്. ഈ അനുവദിച്ചത് അവസാനം അനുവദിച്ചത് 8/1/2026 8/1. സർ, അത് കഴിഞ്ഞ് സഭ ഇവിടെ 4ഓ 5ഓ ദിവസം ചേർന്നു. 22-ാം തീയതി, ജനുവരി 22-ാം തീയതി ഇത്ര അടിയന്തര പ്രാധാന്യമുള്ളതാണെങ്കിൽ നോട്ടീസ് കൊടുക്കായിരുന്നു. നോട്ടീസ് പോലും കൊടുത്തില്ല. അന്ന് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് പോലും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഈ സഭയിൽ ചൂണ്ടിക്കാണിച്ചതാണ്. അപ്പൊ ഇപ്പോ വിഷയദാരിദ്ര്യം കൊണ്ടാണ് പ്രതിപക്ഷം ഈ നോൺ ഇഷ്യൂ ഉയർത്തിക്കൊണ്ടുവരുന്നത്. അങ്ങ് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. അവർക്ക് ഇത് ഉന്നയിക്കണമെങ്കിൽ സബ്മിഷൻ ഉന്നയിക്കുന്നതിന് ഞങ്ങൾക്ക് വിരോധമില്ല സർ, സർക്കാരിന് വിരോധമില്ല. അപ്പോ നേരത്തെ ഈ വിഷയം ഉണ്ടായിട്ടും അങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അടിയന്തര പ്രാധാന്യമുള്ളതാണെന്ന് തോന്നിയിരുന്നെങ്കിൽ 22 നോട്ടീസ് കൊടുക്കായിരുന്നല്ലോ. ഒരു നോട്ടീസ് കൊടുക്കാൻ പോലും അന്ന് തയ്യാറാവാതിരുന്ന ആളുകൾ ഇപ്പൊ ദാരിദ്ര്യം കൊണ്ടാണ് സർ വരുന്നത്. പിന്നെ ഒരു കാര്യം കൂടി ഇവർ പറയുമ്പോ എല്ലാം പറയണല്ലോ സർ. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ചീറ്റിംഗ് കേസിൽ ശിക്ഷിക്കപ്പെട്ട ശിക്ഷാളവ് കൊടുത്ത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന് അറിയാം ഈ വിഷയം ചർച്ചയ്ക്ക്. നോക്കൂ പ്ലക്കാർഡുകൾ നോക്കൂ. ചർച്ചയ്ക്ക് ധൈര്യമില്ലേ? അതിനർത്ഥം നിങ്ങൾക്ക് തന്നെ അറിയാം ചർച്ച എടുക്കില്ലെന്ന്. കാരണം ചർച്ചയ്ക്ക് എടുക്കാൻ സാധിക്കാത്ത പോയിന്റ് കൊണ്ടുവന്ന് നിങ്ങൾ പ്ലക്കാർഡ് ഉയർത്തുകയാണ്. അപ്പൊ അതിന് വളരെ ക്ലിയർ ആണ്, പ്രീ പ്ലാൻഡ് ആണ്. ശ്രദ്ധ ക്ഷണിക്കൽ. ഞാൻ പറഞ്ഞല്ലോ, പ്രതിപക്ഷങ്ങൾക്ക് അറിയാം ഈ വിഷയം ഫ്ലോറിൽ വരില്ല. അതുകൊണ്ടാണല്ലോ പ്രിന്റഡ് പ്ലക്കാർഡ്. എങ്ങനെയാണ് പ്രിന്റഡ് പ്ലക്കാർഡ്? ഇവിടെ വല്ല മെഷീനറി ഉണ്ടോ? ഇവിടെ ഒരു മെഷീനറി ഇല്ലല്ലോ. നോക്കൂ, നിങ്ങൾ ഉയർത്തിയ പ്ലക്കാർഡുകൾ നോക്കൂ. നിങ്ങൾ ഉയർത്തിയ പ്ലക്കാർഡുകൾ നിങ്ങൾക്ക് തന്നെ അറിയാം. നിങ്ങൾ അതിൽ വരികൾ മാറ്റാവും. നോക്കൂ, ബഹുമാനപ്പെട്ട LOP നോക്കൂ. നിങ്ങൾ നോക്കൂ എന്താണ് ഉയർത്തിയ പ്ലക്കാർഡുകൾ. ഉയർത്തിയ പ്ലക്കാർഡുകൾ തന്നെ വളരെ കൃത്യമായി പറയുന്നു, നിങ്ങൾക്ക് ഈ വിഷയം ചർച്ച ചെയ്യണ്ട. നിങ്ങൾക്ക് ഈ വിഷയം ചർച്ച ചെയ്യാൻ ആഗ്രഹമില്ല. പകരം ഒരു സഭക്കകത്ത് റൊക്കസ് ഉണ്ടാക്കുന്നത്. ഓർഡർ. ശ്രീ K. ബാബു നെന്മാറ, ശ്രദ്ധ ക്ഷണിക്കൽ. ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണം എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി. സാർ, സഭയ്ക്കകത്ത് ചർച്ച ചെയ്യപ്പെടില്ല എന്ന വിഷയം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ വളരെ നേരത്തെ പ്രിന്റ് ചെയ്തിട്ടുള്ള പ്ലക്കാർഡുമായി ഈ സഭയെ നടത്തിക്കൊണ്ടുപോകാൻ സമ്മതിക്കില്ല എന്ന രൂപത്തിലേക്ക് വന്ന് ഇവിടെ ബഹളം സൃഷ്ടിക്കുന്നത്. സാർ, ഇത് നിരന്തരമാണ്. സാർ, ഈ നാട്ടിലെ ജനങ്ങളുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടില്ല സാർ. അതിന് പകരം നിരന്തര ബഹളമുണ്ടാക്കുകയാണ് സാർ. അത് നിയന്ത്രിക്കപ്പെടേണ്ടതാണ് സാർ. എന്റെ ശ്രദ്ധ ക്ഷണിക്കൽ പറയാം. അടിയന്തര പ്രമേയത്തിന്റെ കാര്യത്തിൽ അതിദാരിദ്ര്യമാണ് സാർ. അതുകൂടെ പരിഹരിക്കപ്പെടുകയാണ്. 17 അടിയന്തര പ്രമേയമാണ് ഈ സഭയ്ക്കകത്ത് ചർച്ച ചെയ്തത്. അതെല്ലാവർക്കും അറിയാം സാർ. എന്റെ വിഷയം ഇതാണ്
സംസ്ഥാനത്തെ ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുകളുടെ തനത് വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കേരള പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ പ്രകാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഈടാക്കുന്ന അപേക്ഷാ ഫീസ്, പെർമിറ്റ് ഫീസ്, ലേ ഔട്ട് അപ്രൂവലിനുമുള്ള സ്ക്രൂട്ടിനി ഫീസ് എന്നിവയുടെ നിരക്ക് 10/4/2023 മുതൽ പ്രാബല്യത്തിൽ വർദ്ധിപ്പിക്കുവാൻ സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കിയിരുന്നു. സർ, മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കുറഞ്ഞ ഫീസാണെങ്കിലും സംസ്ഥാന സർക്കാരിന് 1 രൂപയുടെ വരുമാനം പോലും ലഭ്യമായിരുന്നില്ല അത്തരത്തിൽ ഫീസ് വർധനവിലൂടെ. ചില തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണെങ്കിൽ വർദ്ധിപ്പിച്ച ഫീസ് തങ്ങൾ വാങ്ങില്ലെന്ന് തീരുമാനിച്ചും ഇരുന്നു. ഇത് സംബന്ധിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും കെട്ടിട നിർമ്മാണ ഉടമകളിൽ നിന്നും നിരവധി പരാതികൾ ഉയർന്നു വന്നിരുന്നു. നിയമസഭയ്ക്കകത്തും പുറത്തും ഫീസ് വർധനവ് സംബന്ധിച്ച വിഷയം ചർച്ച ചെയ്യപ്പെട്ടു. സാർ, ജനപക്ഷ സർക്കാർ എന്ന നിലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ വർധനവിന്റെ 60% പിൻവലിച്ചുകൊണ്ട് 1/8/2024 മുതൽ പ്രാബല്യത്തിൽ കുറവ് വരുത്തുകയും ചെയ്തിരുന്നു. 10/4/2023 മുതൽ പ്രാബല്യത്തിലുണ്ടായിരുന്ന നിരക്ക് പ്രകാരം അപേക്ഷാ ഫീസ്, പെർമിറ്റ് ഫീസ് എന്നിവ ഒടുക്കിയവർക്ക് നിശ്ചയിച്ച നിരക്കിനേക്കാൾ അധികം ഈടാക്കിയ തുക തിരികെ നൽകുന്നതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അനുമതി നൽകുകയും ചെയ്തിരുന്നു. സാർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തനത് ഫണ്ടിൽ ലഭ്യത അനുസരിച്ച് പരമാവധി നേരത്തെ, എന്നാൽ 2025 മാർച്ച് 31 മുൻപായി അധികമായി ഈടാക്കിയ പെർമിറ്റ് ഫീസും അപേക്ഷാ ഫീസും തിരികെ നൽകേണ്ടതാണെന്നും സംസ്ഥാന സർക്കാർ നിർദ്ദേശിക്കുകയും ചെയ്തു. സാർ, സമയത്തിനകം അപേക്ഷ സമർപ്പിക്കാൻ കഴിയാതിരുന്നവരുടെ ആവശ്യം പരിഗണിച്ച് സംസ്ഥാന സർക്കാർ റീഫണ്ടിനുള്ള നേരത്തെ നിശ്ചയിച്ചിരുന്ന സമയപരിധി 30/9/2025 വരെ പിന്നീട് ദീർഘിപ്പിച്ച് നൽകിയിരുന്നു. സാർ, അപേക്ഷകർക്ക് തിരിച്ചു നൽകേണ്ട തുക കൈവശം വെച്ചിരിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അധികാരമില്ലെന്നിരിക്കെ പല തദ്ദേശ സ്ഥാപനങ്ങളും സെക്രട്ടറിമാരും അധികമായി ഈടാക്കിയ പെർമിറ്റ് ഫീസ് നാളിതുവരെ തിരിച്ചു നൽകിയിട്ടുമില്ല. സാർ, സർക്കാർ നിർദ്ദേശമുണ്ടായിട്ടും നൽകാൻ തയ്യാറാകാത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്ന് പരിശോധിച്ച് തുടർ നടപടി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന വിഷയത്തിൽ ഞാൻ ശ്രദ്ധ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി, ബഹുമാനപ്പെട്ട അംഗങ്ങളോട് ഒരു കാര്യം, വളരെ ജനങ്ങൾക്കിടയിൽ ഏറ്റവും പ്രശ്നമായ ഒരു വിഷയമാണ് ബഹുമാനപ്പെട്ട അങ്ങ് ഉയർത്തിയത്. നിങ്ങൾക്ക് ഉത്തരം കേൾക്കണ്ടേ? നിങ്ങൾ കൂടി ഉയർത്തിയ വിഷയമാണ്. യെസ്, ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. യെസ്, മിനിസ്റ്റർ പ്ലീസ്. അടിയന്തര പ്രമേയത്തിന് ചർച്ച ചെയ്യില്ല എന്ന് ഉറപ്പ്, ചർച്ച ചെയ്യാൻ കൊള്ളാവുന്ന അതിന് യോഗ്യമായ ഒരു വിഷയമല്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഇന്നലെ തന്നെ അങ്ങ് പറഞ്ഞതുപോലെ പ്ലക്കാർഡും ബാനറുമായിട്ട് അവർ വന്നിരിക്കുന്നത്. ഇന്നലെ തന്നെ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ അവർക്ക് തന്നെ അറിയാം ഇത് ചർച്ചയ്ക്ക് കൊള്ളാവുന്ന ഒരു വിഷയമല്ല എന്നുള്ളത്. സാർ, ചോദ്യം ഇന്നെന്താ ചർച്ചയില്ലേ? മടിയിൽ കനം, സഭയിൽ ഭയം എന്നാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള ചർച്ച ചെയ്യാൻ ധൈര്യപ്പെടാതെ സഭയിൽ നിന്ന് നിങ്ങൾ ഇറങ്ങി ഓടിയത് മടിയിൽ സ്വർണത്തിന്റെ ഭാരമുള്ളത് കൊണ്ടായിരുന്നോ? അതുകൊണ്ടായിരുന്നോ ഇറങ്ങി ഓടിയത്? മടിയിൽ സ്വർണത്തിന്റെ ഭാരം ഉണ്ടായിരുന്നത് കൊണ്ടാണോ? സർ, ഇന്ന് കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്നത് ഇന്നലത്തെ കേന്ദ്ര ബജറ്റിൽ കേരളത്തോട് കാണിച്ച ക്രൂരമായ അവഗണനയാണ്. ഞങ്ങൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ് എന്ന് എല്ലാവർക്കും സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നു. എല്ലാ മാധ്യമങ്ങളും മുഖപ്രസംഗം എഴുതിയിരിക്കുകയാണ്. ആ ദിവസമാണ് പ്രതിപക്ഷം ഒരു നോൺ ഇഷ്യൂ ഉയർത്തിക്കൊണ്ടുവന്ന് BJPയെ സഹായിക്കാൻ ചർച്ച വഴിതിരിച്ചുവിടാൻ ശ്രമിക്കുന്നത്. നിങ്ങൾക്ക് BJPയെ സഹായിക്കണം. നിങ്ങളും BJPയും ചേർന്ന് ഇത്രകാലം പറഞ്ഞതെല്ലാം തെറ്റാണ് എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. കേന്ദ്ര അവഗണന എത്ര ക്രൂരമാണ് എന്ന് എല്ലാവർക്കും സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നു. അതിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയിട്ടുള്ള നാടകമാണ്. സർ, ഇനി മറുപടിയിലേക്ക് വരാം. കേരള പഞ്ചായത്ത് മുനിസിപ്പൽ കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ പ്രകാരം തദ്ദേശ സ്ഥാപനങ്ങളിൽ ഈടാക്കുന്ന അപേക്ഷാ ഫീസ്, പെർമിറ്റ് ഫീസ്, ലേഔട്ട് അപ്രൂവലിനുള്ള സ്ക്രൂട്ടിനി ഫീസ് എന്നിവയുടെ നിരക്ക് 10/4/2023 മുതൽ പ്രാബല്യത്തിൽ വർദ്ധിപ്പിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. തനത് ഫണ്ട് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി സർക്കാർ പിന്തുണ ആവശ്യമാണെന്ന തദ്ദേശ സ്ഥാപന അധ്യക്ഷരുടെ നിരന്തരമായ ആവശ്യത്തെ അടിസ്ഥാനമാക്കിയാണ് സർക്കാർ പെർമിറ്റ് ഫീ നിരക്ക് പരിശോധിച്ചത്.
മുൻകാല നിരക്ക് വർധനകളും മറ്റ് സംസ്ഥാനങ്ങളിലെ പെർമിറ്റ് ഫീ നിരക്കുകളും പരിശോധിച്ചതിന്റെ കൂടി അടിസ്ഥാനത്തിൽ നിരന്തരമായ കൂടിയാലോചനകൾക്ക് ശേഷമാണ് പെർമിറ്റ് ഫീ വർദ്ധിപ്പിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിക്കാൻ സർക്കാർ തീരുമാനിച്ചത്. പെർമിറ്റ് ഫീ വർദ്ധിപ്പിച്ചതിന് ശേഷവും രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കുകളിൽ ഒന്നായിരുന്നു കേരളത്തിലേത്. മുൻകാല രീതിക്ക് പകരം സാധാരണക്കാരെ ബാധിക്കാതിരിക്കാൻ നിരക്ക് വർദ്ധിപ്പിക്കുമ്പോൾ തന്നെ സ്ലാബ് സംവിധാനവും ഏർപ്പെടുത്തുകയും കുറഞ്ഞ സ്ലാബുകളിൽ നിരക്ക് വർധന നാമമാത്രമാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ചില തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഈ തീരുമാനത്തെ കക്ഷി രാഷ്ട്രീയപരമായിട്ടാണ് സമീപിച്ചത്. തനത് ഫണ്ട് വർദ്ധിപ്പിക്കാൻ നിരക്ക് വർധനവ് ഉൾപ്പെടെ ആവശ്യപ്പെട്ട ഈ തദ്ദേശ സ്ഥാപന അധ്യക്ഷർ അവരവരുടെ തദ്ദേശ സ്ഥാപനത്തിൽ നിരക്ക് വർധന തങ്ങൾക്ക് ആവശ്യമില്ലെന്ന് തീരുമാനമെടുക്കുകയും പ്രമേയം പാസാക്കി സർക്കാരിലേക്ക് അയക്കുകയും ചെയ്തു. എന്നാൽ അതിന് വിരുദ്ധമായി വർദ്ധിപ്പിച്ച പെർമിറ്റ് ഫീസ് തന്നെ ഈടാക്കുകയും ചെയ്തു. ഒരു ഭാഗത്ത് ഇത് വേണ്ട എന്ന് പ്രമേയം പാസാക്കുക, മറുഭാഗത്ത് ഈ വർദ്ധിപ്പിച്ച ഫീസ് ഈടാക്കുക. ഇതാണ് പല തദ്ദേശ സ്ഥാപനങ്ങളും സ്വീകരിച്ച മാർഗം. വർദ്ധിപ്പിച്ചതുൾപ്പെടെ പെർമിറ്റ് ഫീസ് ഇനത്തിൽ 1 രൂപയുടെ പോലും വരുമാനം സർക്കാരിനല്ല എന്ന് ഇവർക്കെല്ലാവർക്കും അറിയാവുന്നതാണ് സർ. ഈ വരുമാനം പൂർണ്ണമായും സ്വന്തമാക്കിയത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തന്നെയാണ്. മുഴുവൻ തുകയും അവർക്ക് അവകാശപ്പെട്ടതും അവരുടെ തീരുമാനപ്രകാരം വികസനം ശരിയായ രീതിയല്ല. ശരിയായ രീതിയല്ല. ടി വി ജനങ്ങൾ കാണുന്നുണ്ടല്ലോ. ഓക്കെ, അദ്ദേഹത്തിന്റെ വസ്ത്രം ഉരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഒന്നുകൂടി പറഞ്ഞോ, പണ്ട് സീതികാജിയുടെ പിന്മുറക്കാരാണ് ശ്രീ ടി വി ഇബ്രാഹിം. മുണ്ട് കഴിഞ്ഞുകൊണ്ടാ മുണ്ട് ആ സീതികാജിയാണ് ആദ്യം കാണിച്ചത്. ശ്രീ പി കെ ബഷീറിനോട് അഭ്യർത്ഥിക്കാനുള്ളത് അദ്ദേഹത്തെ താങ്ങണം, അദ്ദേഹത്തിന്റെ ഉടുമുണ്ട് കാക്കണമെന്നാണ്. പെർമിറ്റ് ഫീസ് വർധനവിനെതിരെ ആക്ഷേപങ്ങൾ ലഭിച്ചതിൽ അതിനോട് മുഖം തിരിച്ചു നിൽക്കാതെ സർക്കാർ അത് വീണ്ടും പരിശോധനയ്ക്ക് വിധേയമാക്കി. വർദ്ധിപ്പിച്ച കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസ്, അപേക്ഷാ ഫീസ്, സ്ക്രൂട്ടിനി ഫീസ് എന്നിവ 1/8/2024 മുതൽ മുൻകാല പ്രാബല്യത്തിൽ 60% വരെ കുറവ് വരുത്തി 30/7/2024 ഉത്തരവ് പുറപ്പെടുവിച്ചു. ഒപ്പം അന്ന് വരെ ഈടാക്കിയ തുകയിൽ പുതിയ നിരക്ക് പ്രകാരം കണക്കാക്കുമ്പോൾ അധികമായി ഈടാക്കിയ തുക 2025 മാർച്ച് 31 മുമ്പായി തിരികെ അപേക്ഷകർക്ക് നൽകുന്നതിന് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. നിശ്ചിത തീയതിക്കകം റീഫണ്ടിനുള്ള അപേക്ഷ സമർപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ലെന്നും കാലാവധി ദീർഘിപ്പിക്കണമെന്നുമുള്ള നിരവധി അപേക്ഷകൾ സർക്കാരിൽ തുടർന്നും ലഭിച്ചതിനാൽ റീഫണ്ടിന് അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി 30/7/2025 ഉത്തരവ് പ്രകാരം 30/9/2025 വരെ ദീർഘിപ്പിച്ചു നൽകുകയും ചെയ്തു. അധികമായി ഈടാക്കിയ പെർമിറ്റ് ഫീ തിരിച്ചു നൽകണമെന്ന ഉത്തരവ് പല തദ്ദേശ സ്ഥാപനങ്ങളും സെക്രട്ടറിമാരും നടപ്പാക്കാത്തതായി സർക്കാരിന്റെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. അപേക്ഷകർക്ക് തിരിച്ചു നൽകേണ്ട തുക കൈവശം വെച്ചിരിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അധികാരമില്ല. സർ, സർക്കാർ കുറച്ചു കൊടുത്ത തുക അധികമായി ഈടാക്കിയത് തിരിച്ചു നൽകണം എന്ന് സർക്കാർ പുറപ്പെടുവിച്ച ഉത്തരവ് ലംഘിച്ചുകൊണ്ട് ഈ പണം തദ്ദേശ സ്ഥാപനങ്ങൾ ഇപ്പോഴും കൈവശം വെച്ചിരിക്കുന്നത് നിയമവിരുദ്ധമാണ്. അത് വളരെ ഗൗരവത്തോടു കൂടി തന്നെ സർക്കാർ കാണുന്നു. സർ, ഈ തദ്ദേശ സ്ഥാപനങ്ങൾ പലരും തങ്ങൾക്ക് വരുമാനം കിട്ടുന്ന പെർമിറ്റ് ഫീസ് വർദ്ധിപ്പിച്ചതിന് ചില്ലിക്കാശ് വരുമാനം ലഭിക്കാത്ത സർക്കാരിനെ കുറ്റവാളിയാക്കാൻ മത്സരിച്ചവരാണ്. അവരാണിപ്പോൾ പെർമിറ്റ് ഫീസ് തിരിച്ചു കൊടുക്കാതെ കൈവശം വെച്ചിരിക്കുന്നത്. അത്തരം തദ്ദേശ സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. ജനങ്ങൾക്ക് അവകാശപ്പെട്ട, ജനങ്ങൾക്ക് തിരിച്ചു നൽകാൻ സർക്കാർ നിർദ്ദേശിച്ച തുക എത്രയും പെട്ടെന്ന് തിരിച്ചു നൽകാൻ തദ്ദേശ സ്ഥാപനങ്ങൾ നടപടി സ്വീകരിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ അപേക്ഷാ കാലയളവ് 15/2/2026 വരെ ദീർഘിപ്പിച്ചും ലഭ്യമായ എല്ലാ അപേക്ഷകളിലും അർഹമായ റീഫണ്ട് 28/2/2026 നൽകുന്നതിന് തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാരെ ചുമതലപ്പെടുത്തി ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. 28/1/2026 ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. കൂടാതെ ഇതുവരെയും റീഫണ്ട് നൽകാത്ത തദ്ദേശ സ്ഥാപനങ്ങളുടെ വിവരങ്ങളും 28/2/2026 റീഫണ്ട് നൽകാത്ത തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാരുടെ വിവരങ്ങളും സർക്കാരിലേക്ക് ലഭ്യമാക്കാൻ പ്രിൻസിപ്പൽ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സ്പീക്കർ, അടിയന്തര പ്രമേയത്തിന്റെ കാര്യത്തിലും അതിദാരിദ്ര്യ സംസ്ഥാനമായി ഈ കേരളത്തെ പ്രഖ്യാപിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. അടിയന്തര പ്രമേയ
മുക്ത പഞ്ചായത്തായിട്ടും പ്രഖ്യാപിക്കാൻ തയ്യാറാവണം. എന്റെ ചോദ്യം ഇതാണ്: ചില പഞ്ചായത്തുകൾ അമിതമായി ഈടാക്കിയ ഫണ്ട് ഉപയോഗിച്ച് പുതിയ പദ്ധതികൾ തയ്യാറാക്കി DPCയിൽ നിന്ന് അംഗീകാരം നേടി പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു. സർ, തനതു വരുമാനം തീരെ കുറഞ്ഞ അത്തരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പ്രത്യേകമായ സാമ്പത്തിക സഹായം നൽകാൻ സർക്കാർ തയ്യാറാകുമോ എന്നതാണ് എന്റെ ചോദ്യം. യെസ് മിനിസ്റ്റർ പ്ലീസ്. സർ, തനത് വരുമാനം കുറഞ്ഞ തദ്ദേശ സ്ഥാപനങ്ങളുടെ തനത് വരുമാനം വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ തദ്ദേശ സ്ഥാപനങ്ങളാണ് സ്വീകരിക്കേണ്ടത്. സർക്കാർ അതിനാവശ്യമായിട്ടുള്ള പിന്തുണ നൽകും. ഇത്തരം കാര്യങ്ങളെയൊക്കെ കക്ഷി രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലാതെ സമീപിക്കാൻ തയ്യാറാവുകയാണ് വേണ്ടത്. തദ്ദേശ സ്ഥാപനങ്ങളിൽ എല്ലാവരും ഭരിക്കുന്നുണ്ടെന്ന് ഓർമ്മ ഇതിനെയൊക്കെ കക്ഷി രാഷ്ട്രീയവൽക്കരിക്കുന്നവർക്ക് ഇല്ല എന്നതാണ് നിർഭാഗ്യകരമായിട്ടുള്ള കാര്യം. ഇപ്പൊ പലർക്കും പെർമിറ്റ് ഫീസ് തിരിച്ചു കൊടുക്കാൻ മടിയാണ്. നേരത്തെ പ്രമേയം പാസാക്കിയവർക്കും ഇപ്പോ തദ്ദേശ സ്ഥാപനങ്ങളുടെ തനത് ഫണ്ട് വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യം വരുന്നു. ഒപ്പം ഓണറേറിയം കൂട്ടണമെന്ന ആവശ്യം വന്നു. സർക്കാർ അത് അംഗീകരിച്ചു. ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി അത് സഭയിൽ അവതരിപ്പിച്ചു. സർ, ഓണറേറിയം നൽകുന്നത് ഓൺ ഫണ്ടിൽ നിന്നാണ്, തനത് ഫണ്ടിൽ നിന്നാണ്. അപ്പോൾ തനത് ഫണ്ട് വർദ്ധിപ്പിച്ചാൽ മാത്രമേ വികസന പ്രവർത്തനങ്ങൾക്ക് മുതൽ ഓണറേറിയം നൽകുന്നതിന് വരെ പണം കണ്ടെത്താനാവുകയുള്ളൂ. ഇത്തരം യാഥാർത്ഥ്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പ്രതിപക്ഷവും തയ്യാറാവേണ്ടതുണ്ട്. അന്ധമായ രാഷ്ട്രീയ കണ്ണോടുകൂടി ഇത്തരം കാര്യങ്ങളെയൊക്കെ കാണുന്നതാണ് പ്രശ്നം. അപ്പോൾ എന്തായാലും തനത് വരുമാനം വർദ്ധിപ്പിക്കണം എന്ന് തന്നെയാണ് സർക്കാരിന്റെ കാഴ്ചപ്പാട്. യെസ്, ടി സിദ്ദിഖ്, ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ടി സിദ്ദിഖ്, നോട്ട് ഇൻ ദ സീറ്റ്. പ്ലീസ് LOP പ്ലീസ് ഒന്ന് വിഡ്രോ പ്ലീസ് LOP പ്ലീസ് LOP പ്ലീസ്. യെസ്